ഹലോ! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം റൈസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ റൈസ് ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ ഗീ റൈസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ 1 കപ്പ് റൈസിന് 1½ കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നമ്മൾ കുറച്ചധികം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഓയിലോ ഗീയോ ഒക്കെ ചേർത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 80% കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അത് ഡ്രെയിൻ ചെയ്ത് ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് തണുപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ടോട്ടൽ 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ റൈസ് റെഡിയാവും കേട്ടോ. ഒരുപാട് നേരം നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഈ റൈസൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടോടു കൂടി ആയതുകൊണ്ടാണ് ഇതുപോലെ സ്റ്റിക്കി ആയിട്ടിരിക്കുന്നത്. ഇത് നമുക്ക് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫാനിൻ്റെ കീഴിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാനിൽ നിന്ന് നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാനിവിടെ വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ വെളുത്തുള്ളി ഒന്ന് റോസ് സ്മെല്ല് മാറുന്ന സമയത്ത് അതിലേക്ക് 1/4 കപ്പ് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ സ്പ്രിംഗ് ഒനിയൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് തന്നെ ഇടാൻ നോക്കുക. കാരണം നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് സ്പ്രിംഗ് ഒനിയൻ തന്നെയാണ്. അതില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെറിയുള്ളിയോ മറ്റും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളകാണ് ഇട്ടത്. എൻ്റെ പച്ചമുളക് നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങളുടെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഓരോ കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ബീൻസ് ഇവയൊക്കെയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി വൈറ്റ് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ്. അപ്പോൾ അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എഗ്ഗ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അത് തന്നെ ഇടുക കേട്ടോ. അതില്ലെങ്കിൽ മാത്രം ഇതിന് പകരം മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് ഉപ്പും കുരുമുളകും ഇട്ട് കുക്ക് ചെയ്ത് വെച്ചാൽ ചിക്കൻ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റൈസിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബലം കൊടുത്ത് മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ റൈസൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്നിച്ച് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് പകുതി ആക്കിയിട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ഫ്രൈഡ് റൈസാണ്. അതേ ടേസ്റ്റും അതേ ഫ്ലേവറൊക്കെ ഉള്ള നല്ലൊരു ഫ്രൈഡ് റൈസാണ് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് നമ്മുടെ ഗാർലിക് ചില്ലി ചിക്കനാണ്. ഇതിൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കിയിട്ട് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈഡ് റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.